മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സിറ്റി ക്ലബ് ചാലക്കുടിക്ക് ഒരു ഗോൾ നേടാൻ സാധിക്കുന്നു. ജേഴ്സി നമ്പർ 17 സാബി മോളിലൂടെ. മധ്യനിര എന്ന് പറയുന്നത് നോക്കുക, ലിയ വീണ്ടും നീഹ ഗിൽബർട്ടിലേക്ക്. നീഹ ഗിൽബർട്ട് ഒറ്റയ്ക്കുള്ള ഒരു മുന്നേറ്റം. നീഹ അവിടെ പന്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. സിറ്റി ക്ലബ് ചാലക്കുടി രണ്ടാമത്തെ ഗോൾ നേടുകയാണ് പ്രിയങ്കയിലൂടെ. എനിക്ക് തോന്നുന്നു ജെർസി നമ്പർ 8 ജസീലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ജസീലൂടെയാണ് രണ്ടാമത്തെ ഗോൾ നേടുന്നത്. മത്സരത്തിന്റെ 17ാമത്തെ മിനിറ്റിൽ ജസി അടിക്കുന്നു സിറ്റി ക്ലബ് ചാലക്കുടിക്ക് വേണ്ടി രണ്ടാമത്തെ ഗോൾ. ശരിക്കും പറഞ്ഞാൽ നീഹ ഗിൽബർട്ടിന് വന്ന ബോളാണ്. ജെസ്സി ഉടനടി ആർദ്ര എടുക്കുന്ന ഒരു ലോങ് ഫ്രീ കിക്ക്. നേരെ അണിനന്ദന സമീപത്തായി ഉണ്ട് അവിടെ, അനക്സ ഉണ്ട് അവിടെ. നല്ലൊരു പാസ് കൊടുക്കാനുള്ള ഒരു ശ്രമം. ഗോൾ നമ്പർ 3 സിറ്റി ക്ലബ് ചാലക്കുടി. മത്സരത്തിന്റെ 59ാമത്തെ മിനിറ്റിൽ സിറ്റി ക്ലബ് ചാലക്കുടി ലീഡ് പിടിക്കുകയാണ്. ഏത് നിമിഷവും ഗോൾ അടിക്കാൻ കപ്പാസിറ്റിയുള്ള താരങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ ടൈമിൽ അവിടെ ക്രോസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അക്ഷ മാത്യുവിനും ഈ സമയത്ത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്പർ 70 സബിമോളാണ്. മെർലിനിലേക്കാണ്. മെർലിൻ കാർത്തികയിലേക്ക്. ഗോൾ കീപ്പർ മുന്നിലോട്ട് കയറി വന്നു. പെനാൾട്ടി. ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ സിറ്റി ക്ലബ് ചാലക്കുടിയുടെ ഗോൾ കീപ്പർക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയാണ്. കാർത്തികയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് മുന്നിലോട്ട് കയറി വന്ന്, എനിക്ക് തോന്നുന്നു ഹൃദികയാണെന്ന് തോന്നുന്നു. യെസ്, ഹൃദികയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഒരു പെനാൾട്ടി വിധിക്കപ്പെടുകയും അതിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്യുന്നു. കൃത്യമായ തീരുമാനമാണ് ഷൈബിന്റെ. ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ രണ്ടാം പകുതി അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സിറ്റി ക്ലബ് ചാലക്കുടി ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്.